നമസ്കാരം. ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ വൈറലാണ്. പ്രസവ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ് നിങ്ങൾ ആരും ചെക്ക് ചെയ്തില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പലർക്കും ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെയും ഒരു ഹോസ്പിറ്റലിലെ ഞാൻ പ്രസവ സമയം ചെല്ലുമ്പോൾ ഒരു സ്റ്റാഫ് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. എന്നെക്കാളും അതിക്രൂരമായ ഒരു അനുഭവം ഒരു പെൺകുട്ടി അവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. ആ കമന്റ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കാനും കൂടെ ഉണ്ട് കേട്ടോ. എന്റെ അനുഭവം ഞാൻ പങ്കുവെക്കാം. അന്ന് 2011 കേട്ടോ. ആദ്യത്തെ പ്രസവമല്ല, സെക്കൻഡ് ആണ് എൻ്റെ. അന്നേരം ഞാൻ ആദ്യത്തെ പ്രസവത്തിന് എൻ്റെ വയറിന്റെ ഷേപ്പ് വേറൊരു രീതിയിലായിരുന്നു. അതായത് പരന്ന പോലത്തെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്യാനോ. ഞാൻ ബ്ലേഡാണ് അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഹെയർ റിമൂവിങ് ക്രീം യൂസ് ചെയ്ത് അലർജി വരുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാൽ പറ്റുന്ന പോലെയൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. എൻ്റെ സിസേറിയൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അത്യാവശ്യം ക്ലീൻ ആക്കി വെച്ചിട്ടും പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ് തലേന്ന് നമ്മുടെ ശരീരത്തിലെ രോമങ്ങളൊക്കെ എടുത്ത് കളയാന്നുള്ളത്. അപ്പോൾ അവരെൻ്റെ കാലിലെയും വയറ്റിലെയും ഒക്കെ ഹെയർ റിമൂവ് ചെയ്ത് തന്നു. പക്ഷെ രണ്ടാമത്തെ പ്രസവത്തിന്റെ അനുഭവം ഞാൻ പറയാം. എൻ്റെ വയറിന്റെ ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് പോലായിരുന്നു. എനിക്ക് ഒരു തരത്തിൽ എൻ്റെ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ആ സമയം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം എന്നെ നേഴ്സ് ഭയങ്കരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു. ഇങ്ങനെയൊന്നും ആരും വരത്തില്ല, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ടോ, അതായത് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തോലെ, എനിക്ക് വൃത്തിയില്ലാത്ത പോലെയൊക്കെ എന്നോട് വളരെ മോശമായിട്ട് ആ ഒരു സ്റ്റേജിൽ എന്നോട് അവർ സംസാരിച്ചു. എന്നിട്ട് അവർ ക്ലീൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടുത്തെങ്ങും ഇങ്ങനെ ആരും വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, അവിടെ നേഴ്സാണ്, അവൾ പറഞ്ഞാൽ ഇതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്, ആ സമയത്ത് ചെയ്തു തരേണ്ട കാര്യം തന്നെയാണ്. അതായത് നമ്മൾ എത്ര ഇനി ക്ലീൻ ആക്കിയാലും നമ്മുടെ പ്രൈവറ്റ് പാർട്സിന്റെ എല്ലാ വശവും നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യം. അപ്പൊ നമ്മൾ എത്ര ക്ലീൻ ചെയ്യാതെ അവർ ക്ലീൻ ചെയ്യുന്ന അത്രയും വരികയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തി, ഇതുപോലെ അവൾക്ക് പെയിൻ എടുത്തു തുടങ്ങി. അവളപ്പം ആ ചെറിയൊരു പെയിൻ വന്നപ്പോൾ ഇവൾക്ക് കാര്യം പിടികിട്ടി. ഇവളും ഹസ്ബൻഡൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ചെന്നപ്പോൾ തൊട്ട് ഡോക്ടറിനെ ഇവർ അന്വേഷിക്കുന്നുണ്ട്, വിളിച്ചിട്ടുണ്ട്, വരും എന്ന് പറഞ്ഞിട്ട് ഈ നഴ്സുമാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കാര്യം അവർക്ക് പെയിൻ കൂടി വരുന്നുണ്ട്. ഇവക്ക് ഏകദേശം പ്രസവമൊക്കെ എടുത്ത് ശീലമുള്ളതുകൊണ്ട്, അവള് ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവൾ പറഞ്ഞു, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളൊന്ന് വിളിക്കുക. അപ്പൊ ഈ അവിടെ നിൽക്കുന്ന ഹെഡ് നേഴ്സും പിന്നെ അവിടുത്തെ സ്റ്റാഫും എല്ലാം കൂടെ ഇവളോട് കയർത്ത് കയറുകയും വഴക്കിടുകയൊക്കെ ചെയ്തു. ഒന്ന് ഓർത്തെ, നമുക്ക് നല്ല പെയിൻ എടുത്തിരിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ ഒരു സ്ത്രീകൾ തന്നെ ആട്ടോ ചെയ്യുന്നത്. കൂടുതലും വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകളിൽ നിന്നാണ്, മെയിൽ നേഴ്സിൽ നിന്നല്ല, ഫീമെയിൽ നേഴ്സുകളിൽ നിന്നാണ് വളരെ മോശം അനുഭവങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുള്ളത്. ഒരു 7th മന്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി പോയത്. എനിക്കൊരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ എന്നെ ലേബർ റൂമിലേക്കാണ് മാറ്റിയത്. ലേബർ റൂമിൽ ഞാൻ കിടക്കുന്ന എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ത്രീയെ പ്രസവവേദന എടുത്ത് കിടപ്പുണ്ടായിരുന്നു. ആ കുട്ടി കരയും തോറും അവിടെ നിൽക്കുന്ന സ്റ്റാഫ് പറയുന്നുണ്ട്, ഒച്ച വെക്കരുത്, ബഹളം വെക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വളരെ വിഷമം തോന്നി. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ഡെലിവറി സമയത്താണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെ ആയിരിക്കുമല്ലോ എനിക്കും വേദന വരുന്നത്. എനിക്ക് സിസേറിയൻ ആയിരിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ എനിക്കിത് ഇവരുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയായിരിക്കും, എനിക്ക് വേദന വരുമ്പോൾ എനിക്ക് കരയാൻ പറ്റുകയല്ലേ, അതോ ഇങ്ങനെയാണോ ആളുകൾ പെരുമാറുക ആ നേരത്ത് നമ്മളോട് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അതിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ റൂം പോലെ ഉള്ളിടത്ത് ഒരു പ്രസവത്തിനായിട്ട് ഒരു ഓൾറെഡി ഒരു പെണ്ണ് പെയിനൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രസവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നിട്ട് വേറൊരു നേഴ്സിനോട് പറയുകയാണെ, അവള് മിടിക്കുക കേട്ടോ, ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ പ്രസവിച്ചു. അതായത് കുഞ്ഞ് ചെറിയ സൈസ് ആണെങ്കിൽ നമുക്ക് ചിലർക്ക് അധികം പെയിൻ വരികയില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ 2 മക്കൾ അത്യാവശ്യം നല്ല സൈസ് വരുന്നു. എൻ്റെ സിസേറിയൻ ആയതുകൊണ്ട് എനിക്കൊരു അങ്ങനെ ഒരു അനുഭവം പറയാൻ പറ്റുന്നില്ല. എന്നാലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറിയ കുഞ്ഞാണെങ്കിൽ ചിലർക്ക് വേദന കുറവായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഈ വികസിക്കുന്നതൊക്കെ വളരെ നോർമലായിട്ട് സംഭവിച്ചെങ്കിൽ അവർക്ക് സ്ട്രെയിൻ ചെയ്യാതെ തന്നെ പ്രസവിക്കാൻ പറ്റി കാണണം. ഇതൊക്കെ ഒരു പെണ്ണിന്റെ മിടുക്കായിട്ട് കാണുന്ന നേഴ്സുമാരാട്ടോ, വെറുതെക്കാരല്ല. ഒരുപാട് ശരീരങ്ങൾ കണ്ടിട്ടുള്ള, ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുള്ള, സ്ത്രീകളുടെ പ്രസവവേദന നേരിട്ട് കണ്ടിട്ടുള്ള സ്ത്രീ ആയിരിക്കുന്ന നഴ്സുമാരുടെ കമന്റ്, അവള് മിടിക്കുക, ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് കാര്യം സാധിച്ചു. അതൊക്കെ ഒരു മിടുക്കാണോ? നമ്മുടെ ശരീരഭാഗം വികസിക്കുന്നതും ചുങ്ങുന്നതും ഒക്കെ നമ്മുടെ കയ്യിലാണോ? ആണെങ്കിൽ എത്രയോ എളുപ്പമായിരുന്നല്ലോ പ്രസവിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കമന്റ്സ് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നാത്തൂന്റെ പ്രസവത്തിന് ശേഷം ഞാൻ കേട്ടൊരു കമന്റാണ്, കാരണം എൻ്റെ സിസേറിയൻ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ബന്ധു പറയുകയാണെ, അവള് നല്ലപോലെ ഒരിടത്തിരിക്കാതെ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുമല്ലോ, ഓടി നടന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് പ്രസവം എളുപ്പമായി. ഇത് എന്നൊക്കെയൊക്കെയാണ് പറയുന്നത്. നമ്മളെന്തോ സപ്രപഞ്ചക്കെട്ടിലൊക്കെ ഇരിക്കുന്ന പോലെയാണ്. നമ്മളും അത്യാവശ്യം നല്ലപോലെ സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്ത് ഓവർ സ്ട്രെയിൻ ആയിരുന്നു. 2 നേരം ഞാൻ മിറ്റം അടിക്കുമായിരുന്നു. പ്രസവം എളുപ്പമാവുമെന്ന് പഴമക്കാർ പറയുന്ന കേട്ടിട്ട്
എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ 2 നേരം മുറ്റം അടിക്കുമായിരുന്നു. അങ്ങനെ മുറ്റം അടിച്ചപ്പോൾ എനിക്ക് ഡിസ്ചാർജ് ഇങ്ങനെ വന്നു. അങ്ങനെ ആയപ്പോൾ കുഞ്ഞിന് ഇങ്ങനെ തിരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിസേറിയൻ ആയത്. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിനൊന്നും ഒരു വിലയില്ല. സിസേറിയൻ ആകുന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടാകുകയില്ല, അങ്ങനെ ഒരു കമൻ്റൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നൊന്ത് പ്രസവിക്കണം എന്നാലേ അമ്മയാകുള്ളൂ. ഈ കമൻ്റ് ഒരുപാട് സ്ത്രീകൾ കേൾക്കുന്നതാണ്. കാരണം സിസേറിയൻ എടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചുമ്മാ ഈസി ആയിട്ടല്ലേ എന്ന് വെച്ചാൽ പ്രസവിക്കുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇഷ്ടമില്ലാതിരിക്കുമോ എങ്ങനെ പ്രസവിച്ചാലും? സിസേറിയൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പ്രസവം എന്ന് പറഞ്ഞാൽ അന്നേരം അത് കഴിയും. സിസേറിയൻ്റെ എത്ര നാള് അതിൻ്റെ ഓരോ കോൺസിക്വൻസ് സൈഡ് എഫക്ട്സ് അനുഭവിക്കുന്നവരുണ്ട്. നടുവേദനയൊക്കെ മാറത്തില്ല. ഇതൊക്കെ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളോട് പറയുന്ന കമന്റ്. ആണുങ്ങൾക്ക് ഇതിൽ ദയവ് ചെയ്ത് ആണുങ്ങളെ പിടിച്ചിട്ടല്ല, ഈ ഒരു സബ്ജക്റ്റിൽ പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളുടെ ശത്രു ഈ ഒരു സബ്ജക്റ്റിൽ കേട്ടോ. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള കമന്റ് ആണ്, നന്നായിട്ട് പണിയെടുത്താൽ പെട്ടെന്ന് പ്രസവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് അത്യാവശ്യം നമ്മൾ നിന്ന് ചെയ്യുന്ന ഒരു പണിയും നമ്മുടെ വയറിന് യാതൊരു തരത്തിലും ഉപകാരപ്പെടുകയില്ല. നമ്മളിപ്പോൾ പേളിമാണിയുടെ ഒക്കെ എക്സസൈസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അല്ലേ എന്താണ് ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടികൾ ചെയ്യേണ്ട എക്സസൈസുകൾ, അതൊക്കെ വേറെ സാധനമാണ്. അല്ലാതെ നമ്മളോട് ഒരു പിന്നെ വീട്ടിലെ വലിയ ബെഡ്ഷീറ്റും പൊതുപ്പും ഒക്കെ തന്നിട്ട് കല്ലിലിട്ട് അലക്കണം എന്നാലേ നമുക്ക് പ്രസവം എളുപ്പമാകുള്ളൂ, നന്നായിട്ട് പണിയെടുത്തു വേഗം പ്രസവിക്കൂ എന്നുള്ള പഴയ ഒരു കൺസെപ്റ്റ് ഒക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഞാൻ കേൾക്കുന്ന ഡയലോഗ്, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഡയലോഗാണ്, ഓ എൻ്റെ അമ്മയൊക്കെ പണ്ട് പാടത്ത് പണിയെടുക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാറില്ലേ, ഞങ്ങൾ കല്ലേൽ അലക്കിയിട്ടുണ്ട്, ഞങ്ങൾ കല്ലേൽ അരച്ചിട്ടുണ്ട്, വയറും വെച്ചുകൊണ്ട് ഞങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ട്, പിന്നെ ഞാൻ 4-ാം മാസം മുതൽ ജോലിക്ക് പോയി തുടങ്ങി, അല്ലെങ്കിൽ പ്രസവിച്ച് 56 ഞാൻ ജോലികൾക്കെല്ലാം പോകുമായിരുന്നു. ഈ ഒരുപാട് താങ്ങാൻ ആൾക്കാരുള്ളതുകൊണ്ടാ എപ്പോഴും ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് എന്നൊക്കെ ഒരുപാട് കമന്റ്സ് ഈ ഗർഭിണികളായ പല പെണ്ണുങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്നാണ്. വീട്ടിലെ നാട്ടുകാരുടെ കുത്തുവാക്കുകൾ കേട്ടവരുണ്ടാവാം, വീട്ടിലുള്ളവർ തന്നെ അവഗണിച്ചവരുണ്ടാവാം. ഈ കമന്റ് ബോക്സിൽ പറഞ്ഞു കേട്ടു ഭർത്താവ് അടുത്തില്ലാത്തത് വിഷമമായിട്ടുണ്ട്, പ്രസവത്തിന് ശേഷം ആ സ്ട്രഗിൾ മുഴുവൻ സഹിച്ച് നമ്മൾ കുഞ്ഞുമായിട്ട് ഇരിക്കുമ്പോഴത്തേനും പുറത്തുനിന്ന് ബന്ധുക്കൾ വന്ന് കാണുന്നു, അതുവരെ ഇല്ലാത്ത ആളുകളൊക്കെ വന്ന് കുഞ്ഞിനെ കാണുന്നു. അമ്മ അനുഭവിച്ച സ്ട്രെയിനിന് അവരുടെ കൂടെ നിൽക്കാനും ഒന്നും എനിക്കൊന്ന് എൻ്റെ പ്രായക്കാരായ സ്ത്രീകൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഒറ്റയ്ക്കായിരിക്കും നമ്മൾ ലേബർ റൂമിലല്ലേ. ദിയാകൃഷ്ണയുടെ വീഡിയോയുടെ താഴെ ഈ കമന്റ് കിടപ്പുണ്ട്. ഓസി എന്ന് മലയാളത്തിൽ എഴുതി തുടങ്ങുന്ന ഒരു കമന്റ്, പൊന്നു ഷാനു എന്നാണ് അവരുടെ പേര്. അവരുടെ പേര് പറയുന്ന കുഴപ്പമുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പബ്ലിക്കായിട്ട് ഇട്ടേക്കുന്ന കമന്റ് അല്ലേ. ആ കുട്ടി പറയുന്നത് ഞാൻ ചുരുക്കി പറയും, ഇത് വായിച്ചു കഴിഞ്ഞാൽ സമയം കുറെ പോകും. ആ കുട്ടിയെ ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി മാത്രം അവിടെ അന്ന് പ്രസവം ഉള്ളതുകൊണ്ട് ഒരു നേഴ്സിനെ ഡ്യൂട്ടി കിട്ടും. അപ്പൊ ആക്ച്വലി അന്ന് അവർക്ക് ഡ്യൂട്ടി അന്ന് ഇല്ലാത്തതാ, അപ്പൊ അവരെ ഡ്യൂട്ടിക്ക് നിർത്തി. അപ്പൊ അതിന്റെ മുഴുവൻ ദേഷ്യം ഈ കുട്ടിയോടാണ് തീർത്തത്. അതായത് ഇപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ ഭർത്താവ് പുറത്തിരിപ്പുണ്ടായിരുന്നു, ഈ കുട്ടി ഭർത്താവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അന്നേരം ഈ പുള്ളിക്കാരി ഭർത്താവിനെ ഓൾറെഡി റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ ഒന്ന് നേരെ ഇരുത്തുമോ എന്ന് ചോദിച്ചു, പക്ഷെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ വേദന എടുത്ത് അതിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഈ കുട്ടി വാവിട്ട് കരഞ്ഞപ്പം ഈ കുട്ടിയോട് പിന്നെ ഇവിടെ കിടന്ന് കരയാനൊക്കെയില്ല എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് മൂത്രം ഒഴിക്കണമായിരുന്നു, അപ്പോൾ ഹെൽപ്പ് ചെയ്തില്ല. അങ്ങനെ ഒരുപാട് അനുഭവം. അതുപോലെ സ്റ്റിച്ച് ഇടുമ്പോൾ ഈ കുട്ടിക്ക് ശരിക്കും ഇവർ ഭയങ്കര ഈ കുട്ടിയുടെ വേദന കണ്ടിങ്ങനെ ആസ്വദിക്കുന്നതായിട്ട് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതായത് ഭയങ്കര ഒരു വേറെ അതായത് സാഡിസ്റ്റ് മൈൻഡോട് കൂടി നിന്ന് ഈ കുട്ടിയുടെ വേദന ആസ്വദിക്കുകയോ കുട്ടിയെ സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നും ചെയ്യാതെ, അതുപോലെ സ്റ്റിച്ച് ഇട്ടപ്പോഴും വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സ്റ്റിച്ച് ഇടുകയും ചെയ്തു. അതായത് ഈ കുട്ടിക്ക് വേദനിക്കുന്ന തരത്തിൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഈ കുട്ടിയെ റൂമിലോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും ഈ പുള്ളിക്കാരി വന്നവിടെ ഈ നേഴ്സ്, അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയൊക്കെ ആയി. എന്നിട്ട് സ്റ്റിച്ച് ഇട്ടെടുത്ത് ഏതാണ്ടൊക്കെ ചെയ്ത് കൊച്ച് ശരിക്കും നല്ല സ്വർഗം കണ്ടു. അത്രയ്ക്കും ബുദ്ധിമുട്ടി എന്നുള്ളത് അവർ വളരെ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഇതിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ ഉണ്ട്, ആ പുള്ളിക്കാരി കൈകാല് പിടിച്ച് പറഞ്ഞു, കാരണം അവരുടെ ജോലിയെ ബാധിക്കും. നിരപരാധി ഒരാളുടെ ജോലി പോകണ്ടല്ലോ എന്ന് ഓർത്ത് ആ കുട്ടി കംപ്ലൈന്റ് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കേസല്ല കേട്ടോ, ഇത് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ കമന്റ് ഇടാൻ തോന്നും, ഉറപ്പാണ് ഈ വീഡിയോയ്ക്ക്. കാരണം ഒരുപാട് പേര് അതിക്രൂരമായിട്ട് ഇങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഈ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ. ഇത് കാണുന്ന നേഴ്സുമാരായിട്ടുള്ള ആർക്കെങ്കിലും ഞാൻ പറയുന്നത് വിഷമമായിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ നിങ്ങളെപ്പോലെ ആവണമെന്നില്ല. എല്ലാവരും ഭൂമിയിലെ മാലാഖമാരല്ല, എല്ലാ ജോലിയിലും ഉണ്ട് ഇങ്ങനെ ഉഴപ്പുന്നവരും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവരും. പോലീസുകാരിൽ നല്ലതുണ്ട്, ചീത്ത പോലീസുകാരില്ലേ,
ഡോക്ടേഴ്സിൽ എത്രയോ പേര് പൈസ വാങ്ങാതെ ചികിത്സ ചെയ്യുന്ന നല്ലവരായ ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ടീച്ചിങ് ഫീൽഡിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടീച്ചർമാരുണ്ട്, നമുക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന, കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്ന, നിർധനരായ കുട്ടികൾക്ക് സഹായം ചെയ്യുന്ന നല്ല ടീച്ചർമാരുണ്ട്. എന്നാൽ കുട്ടികളുടെ ഭാവി നശിപ്പിച്ച ഒരുപാട് ടീച്ചർമാരുടെ കഥകൾ ആർക്കെങ്കിലും ഒക്കെ പറയാനായിട്ട് കാണും. നമ്മളിപ്പം ന്യൂസിൽ കാണുന്നില്ലേ, എല്ലാ ഫീൽഡിലും ഉണ്ടെന്നേ, മോശം ആൾക്കാരും നല്ല ആൾക്കാരും. പക്ഷെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ജീവൻ വെച്ചുള്ള ഒരു കളിയാ, ജീവൻ മരണ പോരാട്ട. പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ശരിക്കും മരണത്തോട് മല്ലിട്ടുള്ള വേദനയാണ്. ആ സമയത്ത് ഇതുപോലെ മാനസിക പീഡനങ്ങൾ അനുഭവിച്ച ഒരുപാട് സ്ത്രീകൾക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ പങ്കിടണം. താങ്ക് യു സോ മച്ച്.